കൊച്ചി എടയാർ വ്യവസായ മേഖലയിലെ അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിലെ പൊട്ടിത്തെറിയിൽ ഒരു മരണം. ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു, 3 പേർക്ക് പരിക്കേറ്റു. ഒഡീഷ സ്വദേശി അജയ് വിക്രമനാണ് മരിച്ചത്. ഇന്നലെ 11:30 മണിക്കാണ് സംഭവം നടക്കുന്നത്. എന്താണ് നടക്കണമെന്നറിയില്ല. ഫോൺ വന്നിട്ട് ഞാൻ പെരുമ്പാവൂരായിരുന്നു, വീട്ടിലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഓടി ഇവിടെ എത്തിയപ്പോഴത്തേക്കും ആള് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയായിരുന്നു. ഇനി എന്താ സംഭവിച്ചതെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. അത് പരിശോധിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ എന്താണെന്നുള്ളത്. പിന്നെ മരിച്ചവര് ഒറീസക്കാരാണ്. ഒരാള് മരിച്ച ആളുടെ പേര് അജയ് കുമാർ. പിന്നെ പരിക്കേറ്റത് 30% പൊള്ളലേറ്റുണ്ടെന്നാണ് പറഞ്ഞത്. സുധീഷ് ഗോപാൽ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. സുധീഷ്, എങ്ങനെ ഈ പൊട്ടിത്തെറി ഉണ്ടായി എന്നുള്ള കാര്യം പിന്നീട് വ്യക്തമായോ? വീണ, ഇന്നലെ രാത്രി 11:30യോടെയാണ് അപകടമുണ്ടായത്. ഇത് എങ്ങനെയാണ് ഈ പൊട്ടിത്തെറിയിലേക്ക് നയിച്ചതെന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും മിനി ബ്രോയിലറിലാണ് ഇത്തരം പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. ഇത് വിറക് ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഇവിടെ ജോലി ചെയ്തിരുന്നവർ പറയുന്നത്. അതിൻ്റെ പ്രഷർ കൊണ്ട് പൊട്ടിത്തെറിച്ചതാകാം എന്നാണ് നിഗമനം. എന്തു തന്നെയായാലും ഇത് സംബന്ധിച്ച് പോലീസും കൃത്യമായ ഒരു മറുപടി തരുന്നില്ല. ഇത്തരത്തിൽ അപകടം ഉണ്ടാകുമ്പോൾ ഇവിടെ 4 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. അതിൽ അജയ് എന്ന വിക്രം ആണ് മരണപ്പെട്ടത്. ഒഡീഷ സ്വദേശിയാണ്. അദ്ദേഹം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പരിക്കേറ്റ 2 പേരെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് കൃഷ്ണ, ഗുരു എന്നിവർക്കാണ്. അവരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. മറ്റൊരു പ്രണവ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നേരത്തെ പ്രവർത്തനം നിർത്താതിരിക്കാൻ കാരണമുണ്ടോ എന്ന് ചോദിച്ച് കത്ത് നൽകിയിരുന്നതാണ്. അതിന് വിശദീകരണം നൽകി അതിൻ്റെ തീരുമാനത്തിനായി കാത്തിരിക്കുമ്പോഴാണ് ഇത്തരം അപകടം ഉണ്ടാകുന്നത്. ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്താണെന്നത് സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായ വിവരങ്ങളില്ല. ഇവിടുത്തെ മലിനീകരണവുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിൽ നോട്ടീസ് ലഭിച്ചിരുന്നതെന്നുമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിലെ ഒരു ദുരൂഹതയോടെയാണ് ഇതിലെ ഉടമകളായാലും മറ്റ് ഇവിടെ ഉണ്ടായിരുന്നവരാരും തന്നെ പ്രതികരിക്കാൻ തയ്യാറാകാതെ മാറുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായിരുന്നത്. എന്താണ് അത്തരത്തിൽ പ്രതികരിക്കാതെ മാറിയെന്നതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ നടക്കും എന്നതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വീണ. ഓക്കെ, ശരി സുധീഷ്.